മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതം കൂടി കാണുന്നതിനുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം നമ്മെ ഈ പ്രഭാതത്തിലേക്ക് സ്നേഹത്തോടെ ആനയിച്ചിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനായിട്ട്, ദൈവത്തിൻ്റെ മഹിമയെ പാടിപ്പുകഴ്ത്തുന്നതിനായിട്ട്, ദൈവം നമ്മുടെ ജീവിതത്തിൽ വർഷിച്ച അനുഗ്രഹങ്ങളെ അനുഭവിക്കുന്നതിനായിട്ട് ഈ പ്രഭാതത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നതിനെയും നമ്മെ അനുഗ്രഹിക്കുന്നതിനെയും ഓർത്ത് ദൈവത്തിൽ നമുക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും സമർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ നമ്മൾ ഈ വിരുന്നിൽ പങ്കെടുക്കാൻ തയ്യാറാകുമ്പോഴും നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായ വിധത്തിൽ നമുക്ക് അപേക്ഷിക്കാം. അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിത വഴികളിൽ ഭംഗിയായി മുന്നോട്ട് പോകുന്നതിനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ പ്രത്യേകമായിട്ടും തകർന്ന കുടുംബങ്ങളെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തകർന്ന കുടുംബങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ധാരാളമുണ്ട് നമ്മുടെ മധ്യത്തിൽ. ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിഞ്ഞ് താമസിക്കുന്നു, മക്കൾ വേർപിരിഞ്ഞ് താമസിക്കുന്ന സാഹചര്യങ്ങളൊക്കെ പരസ്പര ധാരണയും സ്നേഹവുമൊക്കെ ഇല്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള തകർച്ചകൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത്. തകർന്ന ദാമ്പത്യ ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരസ്പരം മനസ്സിലാക്കുവാനും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കൃപ അവർക്കെല്ലാവർക്കും ധാരാളമായിട്ട് നൽകണമേ എന്ന് അവരെല്ലാവരെയും സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ ശ്രവിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. മൂർച്ചയുള്ളതും മജ്ജയിലും മാംസത്തിലുമൊക്കെ തുളച്ചു കയറുന്ന കർത്താവിൻ്റെ വചനം സ്വീകരിക്കാനായിട്ട് നമുക്ക് നമ്മെ ഒരുക്കാം. വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ രൂപീകരിക്കുന്നതിനുള്ള കൃപയും അനുഗ്രഹവും നമുക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മളെല്ലാവരെയും പൂരിതമാക്കണമേ. വചനം ശ്രവിക്കുവാനായിട്ടുള്ള ശക്തി, കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മ അഭിഷേകത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായിട്ടും സുഭാഷിതത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. ജ്ഞാനം ലഭിക്കുന്നത് സ്വർണം കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. വിജ്ഞാനം വെള്ളിയേക്കാൾ അഭികാമ്യവും. സത്യസന്ധരുടെ വഴി തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. സ്വന്തം വഴി കാക്കുന്നവൻ ജീവൻ പരിരക്ഷിക്കുന്നു. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധപതനത്തിൻ്റെയും. അഹങ്കാരികളോട് ചേർന്ന് കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിനേക്കാൾ നല്ലത്
വിനീതനായി ദരിദ്രനോടൊപ്പം കഴിയുകയാണ്. ദൈവവചനം ആദരിക്കുന്നവർ ഉത്കൃഷ്ട നേടും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഹൃദയത്തിൽ ജ്ഞാനമുള്ളവൻ വിവേകിയെന്ന് അറിയപ്പെടുന്നു. ഹൃദ്യമായ ഭാഷണം കൂടുതൽ അണിനയിപ്പിക്കുന്നു. വിവേകം ലഭിച്ചവന് അത് ജീവൻ്റെ ഉറവയാണ്. ഭോഷത്വം ഭോഷനുള്ള ശിക്ഷയത്രേ. ആംഗലേയ സാഹിത്യത്തിലെ അതിപ്രശസ്തനായ അഗ്രഗണ്യൻ എന്ന് തന്നെ പറയാവുന്ന ഒരു വ്യക്തിയാണ് ജോൺ മിൽട്ടൺ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കാവ്യമാണ് പാരഡൈസ് ലോസ്റ്റ്. അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകൾക്ക് രോഗം ബാധിച്ച് കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴാണ് 10,000 വരികളുള്ള ഈ വലിയ കാവ്യം എഴുതുന്നതിനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. ഈ പാരഡൈസ് ലോസ്റ്റ് എന്ന കാവ്യത്തിന് ശേഷം പാരഡൈസ് റീഗെയിൻഡ് എന്ന കാവ്യവും അദ്ദേഹം രചിക്കുകയുണ്ടായി. പാരഡൈസ് ലോസ്റ്റിൽ ഏതാണ്ട് 12 ഭാഗങ്ങളാണ് അതിനകത്തുള്ളത്. 3 ഭാഗങ്ങളായിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ലൂസിഫറിൻ്റെ വീഴ്ച, രണ്ടാമത് ആദത്തിനും ഹവ്വായ്ക്കും പറുദീസായിലുണ്ടായ പ്രലോഭനം, 3 പറുദീസായിൽ നിന്നും അവരെ പുറത്താക്കുന്നത്. 1ഉം 2ഉം ഭാഗങ്ങളിൽ ലൂസിഫറിൻ്റെ വീഴ്ചയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ലൂസിഫറിൻ്റെ വീഴ്ചയ്ക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ അഹങ്കാരമായിരുന്നു. ദൈവപുത്രനെ മാലാഖമാരുടെ അധിപനാക്കിയപ്പോൾ ലൂസിഫറിന് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. ലൂസിഫർ പറഞ്ഞു, ഒന്നുകിൽ അദ്ദേഹത്തെ ദൈവപുത്രൻ്റെ മുകളിലാക്കണം, അല്ലെങ്കിൽ തുല്യമായ സ്ഥാനം നൽകി അംഗീകരിക്കണമെന്ന്. അങ്ങനെ സ്വർഗത്തിൽ യുദ്ധമുണ്ടാവുകയും ലൂസിഫറും സഹായികളും അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഈ കഥയിൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ അവസാനം ലൂസിഫർ അങ്ങനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെടുമ്പോൾ ലൂസിഫർ പറയുന്ന ഒരു വാചകമുണ്ട്: സ്വർഗത്തിൽ സേവിക്കുന്നതിനേക്കാൾ നല്ലത് നരകത്തിൽ ഭരിക്കുന്നതാണ് എന്നും പറഞ്ഞാണ് ഈ ലൂസിഫർ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിപ്പോരുന്നത്. അപ്പം ലൂസിഫറിൻ്റെ വീഴ്ചയ്ക്ക് കാരണം അദ്ദേഹത്തിൻ്റെ അഹന്തയാണ് എന്നാണ് ആ കാവ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ വായനയിൽ നമ്മൾ കേട്ട സുഭാഷിതം 16-ാം അധ്യായം 18ഉം 19ഉം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്: അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധപ്പതനത്തിൻ്റെയും. അഹങ്കാരികളോട് ചേർന്ന് കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിനേക്കാൾ നല്ലത് വിനീതനായിട്ട് ദരിദ്രനോടൊപ്പം കഴിയുകയാണ്. അപ്പം അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധപ്പതനത്തിൻ്റെയും. ലൂസിഫറിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അഹങ്കാരം വലിയൊരു സ്ഥാനത്തിൽ നിന്നും വളരെ മ്ലേച്ഛമായ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിക്കുന്നത് ആയിട്ട്. ലോകത്തെ കിടുകിട വിറപ്പിച്ച ഒരു ഭരണാധികാരിയായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹം ഞാൻ അറിയാതെ ലോകത്തിലൊന്നും സംഭവിക്കുന്നില്ല എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. അദ്ദേഹം ലോകരാഷ്ട്രങ്ങളൊക്കെ കീഴടക്കുകയും വലിയ ചക്രവർത്തിയായിട്ട് മാറുകയുമൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹം 1813 റഷ്യ കീഴടക്കാനായിട്ടുള്ള ശ്രമം തുടങ്ങി. പക്ഷേ ആ യുദ്ധത്തിൽ അദ്ദേഹം നിർദ്ദയം അല്ലെങ്കിൽ വളരെ ദയനീയമായ വിധത്തിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ഒളിച്ചോടി പോകുന്നതിനായിട്ട് ഇടയായത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെയും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഹങ്കാരമാണ് അദ്ദേഹത്തെ നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നാണ്. ദൈവവചനം പറയുന്നു, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന്. നെപ്പോളിയൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും അതുതന്നെയാണ്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി ദൈവത്തെ മറന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ സംഭവിക്കുന്നതായിട്ട് നമുക്ക്
കാണാൻ സാധിക്കുന്നു. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്ത് ഉണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു എന്നും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലുള്ള കഴിവുകളും നന്മകളും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. പലപ്പോഴും ഈ ദാനം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ സ്വന്തമായിട്ട് കണ്ടുകൊണ്ട് നമ്മളവിടെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നു. അഹങ്കാരത്തിന് ഉടമകളായിട്ട് നമ്മൾ മാറുകയും ചെയ്യുന്നു. ഓരോ രീതിയിൽ അഹങ്കാരം എന്ന തിന്മയ്ക്ക് അടിമപ്പെടുന്നവരാണ് നമ്മൾ. എന്നാൽ അതുവഴിയുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് പലപ്പോഴും നമുക്ക് ബോധവാന്മാർ അല്ലതാനും. അഹങ്കാരം എന്ന തിന്മ നമ്മളിൽ നിന്ന് തുടച്ചു നീക്കുവാനായിട്ട് നമ്മൾ പലപ്പോഴും വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്. അവിടുന്ന് പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയും ചെയ്യുവിൻ എന്ന്. അപ്പം അവിടെ യേശുവിൽ നിന്നും പഠിക്കേണ്ട ഒരു സുപ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് അവിടുത്തെ വിനയവും ലാളിത്യവും ഒക്കെയാണ്. അതുകൊണ്ടാണല്ലോ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നത്, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം അതേ കുരിശു മരണം വരെ അനുസരണയുള്ളവനായിട്ട് തന്നെ താഴ്ത്തി എന്ന്. ഇപ്പം യേശു നമുക്ക് കാണിച്ചു തരുന്ന മാതൃക അഹങ്കാരത്തിൻ്റെ മാതൃകയല്ല, മറിച്ച് എളിമയുടെയും വിനയത്തിൻ്റെതുമായ മാതൃകയാണ്. നമുക്ക് വേണ്ടത് യേശുവിൻ്റെ ഈ എളിയ മനസ്ഥിതിയാണ്. ഈ മനസ്ഥിതി നമുക്കുണ്ടായാൽ ഒരിക്കലും അഹങ്കാരം എന്ന തിന്മയ്ക്ക് നമ്മൾ ആരും അടിമപ്പെടുകയില്ല. നിങ്ങൾ എളിമയുള്ളവരാണെങ്കിൽ പ്രശംസയോ അപമാനമോ നിങ്ങളെ ഒരിക്കലും സ്പർശിക്കുകയില്ല. കാരണം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം എന്നാണ് മദർ തെരേസ പറഞ്ഞത്. നിങ്ങൾ എളിമയുള്ളവരാണെങ്കിൽ ആ അഭിമാനമോ അംഗീകാരമോ ഒന്നും നിങ്ങളെ സ്പർശിക്കുകയില്ല. കാരണം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം എന്നാണ് മദർ തെരേസ പറയുന്നത്. നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ പ്രിയപുത്രർ. നാം നല്ലവരായിരിക്കുന്നെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നമുക്കെന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തിൻ്റെ നന്മയാണ്, അനുഗ്രഹമാണ് എന്ന ബോധ്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാനായിട്ട് സാധിക്കുമ്പോഴാണ് എളിമയുള്ള ആളുകളായിട്ട് നമുക്ക് മാറുന്നതിനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവർ, എളിമ നമ്മെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകും. അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ അധപതനത്തിന്, വീഴ്ചയ്ക്ക് കാരണമായിട്ട് തീരും. എന്നാൽ ഈ പ്രഭാതത്തിൽ നമുക്ക് എളിമയുള്ള ആളുകളായിട്ട് കൂടുതൽ നമുക്ക് മാറാം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച മനുഷ്യരായിട്ട് നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ. അപ്പോൾ അഹങ്കാരം മാറി എളിമ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്കെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പ് കാവലാളായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും നമുക്കൊപ്പം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമ്മെ കാത്ത് പരിപാലിച്ച് സംരക്ഷിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും സംരക്ഷണം ഒരുക്കുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഒരു കാര്യം പ്രത്യേകം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.
ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും പ്രത്യേകം നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും ഈ ചാനലിലൂടെയും ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ അറ്റം വരെ പ്രഘോഷിക്കപ്പെടുന്നതിനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി ഈ ധ്യാന കേന്ദ്രത്തെയും ഈ ചാനലിനെയും സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. സാധിക്കുന്ന എല്ലാവരും മരിയൻ കൂടാരങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരീ സഹോദരങ്ങളോട് ചേർന്ന് ഒരു കൊന്തയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാ അടയാളങ്ങളായി ഇനി ലോകാതിർത്തികൾ കടന്നു 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 പാറിടാ തിരുവചനത്തിൻ സാക്ഷികളാകാൻ ഉണർന്നെണീറ്റിടാം. ആത്മാവിൻ നവശക്തി ധരിക്കാൻ വചനം ധ്യാനിക്കാം. വചനത്തീ മഴ പെയ്യട്ടെ, ആത്മാവിൻ കനലെരിയട്ടെ. ആളിക്കത്തി തീക്കാറ്റായി ഒരു പുതുയുഗമായി മാറട്ടെ. ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം, ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം. മിന്നൽ ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാ.
അങ്ങേ സ്നേഹത്തിൻ ആഴം തേടുകേ എന്തോരത്ഭുതം. ക്രൂശുയാഗം മനതാരിൽ പകരുന്നു ജ്ഞാനം. അങ്ങേഹിതം പുൽകുന്നു ഞങ്ങളങ്ങേഹിതം പുൽകുന്നു. ദൈവസ്നേഹമെന്നുമെന്നും അനുഗ്രഹമാ. സ്വർഗപാദമന്നിനായി തുറന്നതിനാൽ നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ, നിൻ കൂടെ പോരുന്നിതാ, നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ, നിൻ കൂടെ പോരുന്നിതാ. മിന്നൽ ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാം. അടയാളങ്ങളായി ഇനി ലോകാതിർത്തികൾ കടന്നു 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 പാറിടാം. തിരുവചനത്തിൻ സാക്ഷികളാകാൻ ഉണർന്നെണീറ്റിടാം. ആത്മാവിൻ നവശക്തി ധരിക്കാൻ വചനം ധ്യാനിക്കാം. വചനത്തീ മഴ പെയ്യട്ടെ, ആത്മാവിൻ കനലെരിയട്ടെ. ആളിക്കത്തി തീക്കാറ്റായി ഒരു പുതുയുഗമായി മാറട്ടെ. ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം, ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം. മിന്നൽ ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ ശിരസ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം ഈ പ്രഭാതത്തിൽ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവർ, ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പം പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടി വിയുടെ പേരിലും എൻ്റെ പേരിലും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്. ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ഈ പ്രഭാതത്തിലും ഈ ദിവസത്തിലും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.